പുസ്തകത്തെയും നമ്മൾ നിന്ദ്യം നീചം എന്ന് പറയണ്ട. ഈ പുസ്തകം ശ്രേഷ്ഠമായതുകൊണ്ടോ പുസ്തകം നിന്ദ്യമായതുകൊണ്ടോ കാര്യമില്ല. 100% ഹിന്ദുക്കൾ 1% പോലും മനുസ്മൃതി കണ്ടിട്ടില്ല. ഇതിൽ നിന്നൊക്കെ മാറി ജീവിക്കാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാനാണ് മതങ്ങൾ നോക്കുന്നത്. ഒരു കൂട്ടർ ആരാധ്യം എന്ന് പറയുന്നത് നിന്ദ്യവും നീചവും എന്ന് പറയുന്നത് അത് അത്ര ശരിയാണ് എന്ന് എനിക്ക് അഭിപ്രായം. മതം ഒരു ഓർഗനൈസ്ഡ് രൂപം പോലും AD 4-ാം നൂറ്റാണ്ടിന് മുമ്പ് അങ്ങനെ ഒരു സംവിധാനം വന്നിട്ടില്ല. യേശു ക്രിസ്ത്യാനി ആയിരുന്നില്ലല്ലോ. അത് തന്നെ യേശു ജൂതനായിരുന്നു. ഇനി ജൂതന്മാരുടെ പഴയ നിയമം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിന്ദ്യവും നീചവുമായിരിക്കും ഒരു പുസ്തകം കാണാൻ. നമ്മൾ ഏത് പുസ്തകത്തെയും നമ്മൾ നിന്ദ്യം നീചം എന്ന് പറയണ്ട. പുസ്തകം ശ്രേഷ്ഠമായതുകൊണ്ടോ പുസ്തകം നിന്ദ്യമായതുകൊണ്ടോ കാര്യമില്ല. ഇപ്പൊ സ്കൂളിലെ കുട്ടികളെല്ലാം ഒരേ പാഠപുസ്തകം പഠിക്കുന്നത്. പക്ഷെ കുട്ടികളെല്ലാം ഒരേ സ്വഭാവത്തിലല്ല പുറത്തു വരുന്നത്. അത് പുസ്തകത്തിന്റെ കുഴപ്പമല്ല. സ്കൂളിൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പ് തല്ലിക്കൊന്നു. 10ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ തല്ലിക്കൊന്നു. ഇതൊന്നും ഒരു പാഠപുസ്തകത്തിലും പറയുന്നില്ല. സ്കൂൾ പാഠ്യപദ്ധതിയുടെ തകരാറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം പഴയ നിയമത്തിൽ എന്ത് പറയട്ടെ, പുതിയ നിയമത്തിൽ എന്ത് പറയട്ടെ, ഖുറാനിൽ എന്ത് പറയട്ടെ, വേദത്തിൽ എന്ത് പറയട്ടെ, ഇതിൽ നിന്നൊക്കെ മാറി ജീവിക്കാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാനാണ് മതങ്ങൾ നോക്കേണ്ടത്. ആ പറഞ്ഞ കാലഘട്ടത്തിലെ മൂല്യങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ നല്ല മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ധൈര്യപൂർവ്വം. പഴയ നിയമത്തിൽ ഒരു നല്ല മൂല്യം പോലും ഇല്ല. ഞാൻ പറഞ്ഞ അതിന്റെ കാരണം കാലാനുസൃതമായി ഇതൊക്കെ ഉൾക്കൊള്ളാൻ അവർക്ക് ഒരു കൂട്ടർ ആരാധ്യം എന്ന് പറയുന്നത് നിന്ദ്യവും നീചവും എന്ന് പറയുന്നത് അത് അത്ര ശരിയാണ് എന്ന് എനിക്ക് മറ്റുള്ളവന്റെ വിശ്വാസത്തെ. ഇപ്പം എനിക്ക് എന്റേതായിട്ടുള്ള ഗോത്രാചരണങ്ങളുണ്ട്. മറ്റുള്ളവൻ്റെത് ഞാൻ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ദേ ഹാവ് ദെയർ ഓൺ സ്റ്റഫ്. പക്ഷെ അത് നിന്ദ്യമാണ്, നീചമാണ്. എന്റെ ദൈവത്തെ മാത്രം പൂജിക്കണം, എന്റെ ദൈവം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞിട്ടാണ് ജനാധിപത്യപരമായി തെറ്റായിട്ടുള്ളത്. അത് ഒരിക്കലും ഭാരതീയമായ ചിന്താഗതിയല്ല. ഇത് തന്നെയാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഖുറാനിലും പറയുന്നത്. എന്റെ മാത്രം ശരി എന്നുള്ളത് ഒരിക്കലും ഭാരതീയമായ ചിന്താഗതിയല്ല. ഇനി ഞാൻ പറയട്ടെ, ആ ഗ്രന്ഥത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കാലാനുസൃതമായി ആ ചിന്തകൾ മാറ്റാൻ ആ സമൂഹം തയ്യാറായിരുന്നെങ്കിൽ ഒരാളും ആ ഗ്രന്ഥത്തെ കുറ്റപ്പെടുത്തില്ലേ? ഇവരൊക്കെ മനുസ്മൃതി എന്ന് പറഞ്ഞ ഹൈന്ദവ സമൂഹത്തെ കുറ്റപ്പെടുത്തുന്നു. 100% ഹിന്ദുക്കൾ 1% പോലും മനുസ്മൃതി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. അതിൽ ഒരു സംഗതി നിയമമാക്കി മാറ്റണം എന്ന് നമ്മൾ പറയുന്നില്ല. ഏത് ഭരണഘടനാ പരിഷ്കാരം വരുമ്പോഴും മനുസ്മൃതിയിൽ ഇങ്ങനെയാ പറഞ്ഞെന്ന് നമ്മൾ അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ നല്ലൊരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ മൂല്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം. ഇപ്പം എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ വിഹരിക്കുക, നല്ല കാര്യമാണ്. നമ്മൾ സ്ത്രീകളെ സംരക്ഷിക്കാൻ അതെടുക്കാം നമുക്ക്. പക്ഷേ ഈ മനുസ്മൃതി അനുസരിച്ചല്ല ഇന്ത്യൻ ഭരണഘടന വരേണ്ടതുമല്ല. ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ 16,008 കല്യാണം കഴിച്ചു എന്ന് ഒരു പക്ഷേ പുരാണത്തിൽ അർത്ഥം അറിയാതെ നമ്മൾ പറയും എന്ന് പറഞ്ഞ് അത് എവിടെയാണ് അപകടമാവുക? 16,008 ഉണ്ടോ ഇല്ല, അതിൻ്റെ തത്വം വരെയാണ്. പക്ഷേ ഒരു ഹിന്ദു ഇവിടെ ഭരണഘടനാ പരിഷ്കരണം വരുമ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് 16,008 കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ആ ഗ്രന്ഥത്തെ കുറ്റം പറയുക.